ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലാണ്. കൽപ്പറ്റ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി, അദ്ദേഹം BJPയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്, ശ്രീ പ്രശാന്ത് മലവയൽ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പര്യടനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ NDA ഈ പ്രചരണത്തിന് മുൻപന്തിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ വരുന്നതൊക്കെ ദേശീയ നേതാക്കളാണ്. ഇന്നലെ ത്രിപുര മുഖ്യമന്ത്രി വന്നു, അതിന് മുമ്പ് ഒരു MP വന്നു, ഒക്കെ ദേശീയ നേതാക്കളാണ്. എങ്ങനെയുണ്ട് ഈ പ്രചരണം മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും. ദേശീയ നേതാക്കൾ വയനാട്ടിൽ വന്നത് ആദ്യമായി NDAക്ക് വേണ്ടി തന്നെയാണ്. പ്രത്യേകിച്ച് കൽപ്പറ്റ മണ്ഡലത്തിലാണ് ഇന്നലെ ത്രിപുരയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള മാണിക് സഹാ അവർകൾ വന്നിട്ടുള്ളത്. അതിന് തൊട്ട് മുമ്പ് നമ്മളുടെ ധവാൽ പട്ടേൽജി ഗുജറാത്തിൽ നിന്നുള്ള MP ആണ്, പാർലമെൻറ്റിലെ ചീഫ് വിപ്പാണ്. അദ്ദേഹമാണ് നമ്മളുടെ നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി എന്നോടൊപ്പം വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദിജി വയനാടിനെ കാണുന്നത് ഒരു നിസ്സാര ജില്ലയായിട്ടല്ല. സാധാരണ ഇവിടെ ഭരിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ വയനാട് ഒരു നിസ്സാര സംഭവമൊക്കെ ആയിരിക്കാം. രാഹുൽ ഗാന്ധിക്കാണെങ്കിലും പ്രിയങ്ക ഗാന്ധിക്കാണെങ്കിലും മുഖ്യമന്ത്രിക്കാണെങ്കിലും ഇത് വലിയൊരു നാടൊന്നും ആയിട്ടൊന്നും അവർ പരിഗണനയിൽ എടുത്തിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദിജി ഈ ജില്ലയെ കാണുന്നത് അത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ വരുന്നതിനും ഇവരാരും പ്രസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദിജി വയനാട് ജില്ലയെ ആസ്പിരേഷൻ ജില്ലയായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ രാജ്യത്ത് 113 ജില്ലകളെ ആസ്പിരേഷനിൽ ഉൾപ്പെടുത്തിയപ്പോൾ കേരളത്തിൽ നിന്ന് ഒരേ ഒരു ജില്ല, അത് വയനാട് ജില്ലയാണ് നരേന്ദ്രമോദിജി ഉൾപ്പെടുത്തിയത്. പക്ഷേ ആസ്പിരേഷൻ ജില്ലയുടെ ഭാഗമായിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ജനപ്രതിനിധികൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ സിദ്ദീഖും OR കേളും ഒക്കെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വികസനത്തിനോട് താല്പര്യമില്ല, നരേന്ദ്രമോദിജിയോട് താല്പര്യമില്ല, രാജ്യത്ത് നടക്കുന്ന ഒരു വികസന പ്രവർത്തനത്തിനോടും അവർ താല്പര്യമില്ല. ഇതിനെല്ലാം പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനമാണ്. കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് NDA എന്ന് പറയുന്നത്. അപ്പോൾ BJPയുടെ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ നഗരസഭ NDA ഉണ്ട്, BJPയുടെ ഇതിലാണുള്ളത്. അവിടെ പ്രധാനമന്ത്രി വരികയും ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോൾ ഒരു ജനപ്രതിനിധി ഉണ്ടെങ്കിൽ മാത്രമേ കേന്ദ്രം ഭരിക്കുമ്പോൾ ആ പാർട്ടി വികസനം കൊണ്ടുവരും, അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ? അല്ല, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങളുടെ ജനപ്രതിനിധി ഇല്ലാതെ തന്നെ രാജ്യത്തെ 113 ജില്ലകളെ ആസ്പിരേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നരേന്ദ്രമോദിജി. ഇവിടെ അന്ന് രാഹുൽ ഗാന്ധിയാണ് MP. അപ്പോൾ നരേന്ദ്രമോദിജി വയനാട് ജില്ലയെ കാണുന്നത് അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഈ നാട് വികസിക്കണം, നാട് വികസിക്കാൻ വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് വയനാട്. ഒന്ന്, 2 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്നു. ടൂറിസം മേഖല അനന്ത സാധ്യതകളുണ്ട്. വയനാടിൻ്റെ കാപ്പി, കുരുമുളക് ഇതൊക്കെ ദേശീയ വിപണിയിൽ, അന്താരാഷ്ട്ര വിപണിയിലുള്ള നാണ്യവിളകളാണ്. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇവിടുത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള സ്കൂളുകൾ വേണം, മെഡിക്കൽ കോളേജുകൾ വേണം. തീർച്ചയായും NDA എന്താണ് മുന്നോട്ട് വെക്കുന്നത് ജയിക്കാൻ? ഇത്തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുകൾ ഞങ്ങൾ കുറച്ചു കാലമായി തുടർച്ചയായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നുണ്ട്. വയനാടിന് ചുരത്തിനായിട്ട് ബദൽ റോഡ് വേണം, മെഡിക്കൽ കോളേജ് മടക്കിമലയിൽ തന്നെ വേണം, അതുപോലെ തന്നെ വയനാടിൻ്റെ റെയിൽവേ കൊണ്ടുവരണം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വയനാട്ടിൽ തന്നെ ഉണ്ടാകണം, ആദിവാസി മേഖലയിലെ ക്ഷേമം കൃത്യമാക്കണം. ഇങ്ങനെ തുടങ്ങി 10 മടങ്ങായിട്ടുള്ള ആവശ്യങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി പോരാടുന്നുണ്ട് ഞങ്ങൾ. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇരട്ടി വോട്ടുകൾ കിട്ടിയിട്ടുള്ളത്. ജനങ്ങൾ ഞങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ നഗരസഭയിലെ 2 വാർഡുകൾ, കൽപ്പറ്റ നഗരഹൃദയത്തിലെ 2 വാർഡുകളടക്കം താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായി എന്ന് പറയുമ്പോൾ ചരിത്രം മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും കേന്ദ്രം ഭരിക്കുന്നത് NDA ആണ്. നമ്മുടെ വയനാടിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ രാത്രിയാത്രാ നിരോധനം, അതുപോലെ തന്നെ റെയിൽവേ എന്നുള്ളൊരു ആഗ്രഹം. അത് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. രാത്രിയാത്രാ നിരോധനമൊക്കെ വേണമെങ്കിൽ എത്രയോ മുൻപ് നടത്താമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒത്തുതീർപ്പാക്കാമായിരുന്നു. കാരണം സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലഘട്ടം, കർണാടകത്തിൽ സിദ്ധരാമയ്യ ഭരിച്ചിരുന്ന കാലഘട്ടം, മൻമോഹൻ സിംഗ് ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടം, 3 പ്രദേശങ്ങളും ഒരു പാർട്ടി ഭരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറുവിരലനക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും ഓരോ തെരഞ്ഞെടുപ്പിലും IC ബാലകൃഷ്ണനായാലും ഇവിടുന്ന് ജയിച്ചു പോകുന്നവരായാലും ആവശ്യപ്പെടുന്ന രാത്രിയാത്രാ നിരോധനം നിൽക്കാൻ ഞങ്ങൾക്ക് വോട്ട് തരുന്നതാണ്. ഞങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. ഈ മുല്ലപ്പെരിയാർ വിഷയമൊക്കെ ഒരു ടേബിളിൻ്റെ പുറത്തിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ സുഗമമായിട്ട് ഈ 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഈ ആ പാത അടച്ചിടരുത് എന്നുള്ള ആഗ്രഹവും, വികസനത്തിന് ഒരു പാത അടഞ്ഞു പോയാൽ വികസനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത്. ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇത് ഒത്തുതീർപ്പാക്കണമെന്നും ഇത് നല്ല രീതിയിൽ പോകണമെന്നും വളരെയധികം ആഗ്രഹമുണ്ട്. കൽപ്പറ്റ നഗരസഭയിലടക്കം തിരുനെല്ലി ക്ഷേത്രമടക്കം നിൽക്കുന്ന പ്രദേശമടക്കം BJPയുടെ കൈകളിലേക്ക് എത്താൻ സാധിക്കുമെങ്കിൽ
ജനങ്ങൾ BJP വിശ്വസിക്കുന്നുണ്ട്. BJPക്ക് അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്വർണ്ണക്കൊള്ളക്കാർക്കും അതുപോലെ തന്നെ അഴിമതിക്കാർക്കും NM വിജയനെ കൊന്ന പാർട്ടിക്കൊക്കെ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അതൊന്നും വയനാട്ടിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കില്ല. BJPയോടൊപ്പം NDയോടൊപ്പമാണ് ജനങ്ങൾ. ഈ BJPയെ CJP എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അതൊക്കെ ഇപ്പോൾ CJP മാത്രമല്ല, സംഘി പാർട്ടിയാണ്. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ട്രോളുകളും നെഗറ്റീവ് കമന്റുകളൊക്കെ ഒരുപാട് ആളുകൾ ഇറക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് നിവർത്തികേട് കൊണ്ട് അവർ അതുകൂടി ഇനി പറഞ്ഞോട്ടെ, അതല്ലേ ബാക്കിയുള്ളത് കൂടി പറയും. തീർച്ചയായും ബത്തേരിയെ സംബന്ധിച്ച് 25,000 വോട്ടിന്റെ ലീഡ് ഉണ്ടാവുന്നതാണ് സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തുന്നത്. ഈ കൽപ്പറ്റയെ കുറിച്ച് എന്താണ്? അല്ല, ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒരു 60,000 65,000 വോട്ടുകൾ കിട്ടിയാൽ ജയിക്കാൻ സാധിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പും പടിപടിയായിട്ട് മുന്നേറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 60,000 65,000 വോട്ടുകളിലേക്ക് എത്തുന്നതിനൊന്നും യാതൊരു വിധമുള്ള തടസ്സങ്ങളുമില്ല. ഓരോ ജനങ്ങളുടെ ഉള്ളിലും നരേന്ദ്രമോദിജിയുണ്ട്, ഓരോ വീട്ടിലും നരേന്ദ്രമോദിജിയുണ്ട്. എല്ലാം താമരച്ചിഹ്നത്തിൽ വോട്ടാകും. തീർച്ചയായും ഇത്തവണ ജയം മുന്നിൽ കണ്ടു തന്നെയാണ് പോകുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു 4-5 വർഷത്തേക്ക് മുന്നോട്ട് ബാക്കോട്ട് പോവുകയാണെങ്കിൽ BJPയുടെ വോട്ട് നിർണായകം എന്നാണ് പറയുന്നത്. അതായത് മറ്റു 2 പാർട്ടിക്ക് വിജയിക്കാം. പക്ഷെ ഇത്തവണ അതല്ല പറയുന്നത്, BJP തന്നെ വിജയിക്കണം. ഒരു സംശയമില്ല. കാരണം ഇവരെ 2 കൂട്ടരെ ഇനി വിശ്വസിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് കൽപ്പറ്റ മണ്ഡലത്തിൽ എത്ര കാലമായി ചുരത്തിലെ പ്രശ്നം? 10-15 കൊല്ലമായില്ലേ? എന്താ അവിടെ ഒരു ചെറു വിരലനക്കാൻ സാധിച്ചിട്ടുണ്ടോ? 2018 നരേന്ദ്രമോദിജി സർക്കാർ വിട്ടുകൊടുത്തല്ലേ 4.84 ഏക്കർ വനഭൂമി. എന്താ ചെയ്തിട്ടുള്ളത്? വീതി കൂട്ടാൻ പോലും ശ്രമിച്ചിട്ടില്ല. ബദൽ പാതയായിട്ടുള്ള പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് വന്നതിന് ശേഷമല്ലേ തുരങ്കപാത കൊണ്ടുവരേണ്ടത്? ആദ്യം പോയി തുരങ്കപാത ഉണ്ടാക്കിയിട്ട് 10 കൊല്ലത്തിന് ശേഷം കൊണ്ടുവരുന്ന ഒരു പാതയ്ക്ക് അതിൽ അഴിമതിയാണ്, ഒരു സംശയമില്ല. അത് അഴിമതിയുടെ ഭാഗമാണ്. മെഡിക്കൽ കോളേജ് അവിടെ പോയി. ഈ കൽപ്പറ്റയുടെ നഗരഭാഗത്തുണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് പോയത്? പാരിസ്ഥിതിക പ്രശ്നമാണ് പറയുന്നത്. അങ്ങനെയാണ് തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക പ്രശ്നമില്ല. ആകെ ഈ ഒരു മെഡിക്കൽ കോളേജിന് മാത്രമേ പാരിസ്ഥിതിക പ്രശ്നമുള്ളൂ. നമ്മൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എല്ലാ സ്ഥലത്തും പാരിസ്ഥിതിക പ്രശ്നം, സർക്കാരിനും പിണറായി വിജയനും ഗുണമുണ്ടാകുന്ന എല്ലാ സ്ഥലത്തും ഒരു പ്രയാസവും പ്രശ്നവും. നമ്മുടെ സർക്കാരിന്റെ ഒരു ടൗൺഷിപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സർക്കാരിന്റെ ഖജനാവിലെ പണമാണോ അതോ ജനങ്ങൾ പിരിച്ചെടുത്ത പണമാണോ എന്നൊക്കെയുള്ള ഒരു സംശയം ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് താങ്കളുടെ? ജനങ്ങൾ പിരിച്ചെടുത്ത പണം പിണറായി വിജയൻ സർക്കാർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1 രൂപ, ഒരു സിംഗിൾ പൈസ ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. ആകെ 6,000 രൂപ കൊടുത്തു എന്നൊക്കെ പറയും. അതൊക്കെ SDRF-ൽ നിന്നാണ്. ജനങ്ങൾ പിരിച്ചെടുത്തിട്ടുള്ള പൈസ കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് സാസ്കി ഫണ്ടിലൂടെയാണ്. കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള ഫണ്ടിലൂടെയാണ്. ഇവർ 1 രൂപ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നോ ജനങ്ങൾ പിരിച്ചു കൊടുത്തിട്ടുള്ള പൈസയിൽ നിന്നോ 1 രൂപ എടുത്തിട്ടില്ല. സാസ്കി ഫണ്ട് 529.50 കോടി ഈ സാസ്കി ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ PDNA റിപ്പോർട്ടിന് ശേഷം 260 കോടി വേറെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 900 കോടി രൂപയോളം നേരിട്ട് കേന്ദ്ര സർക്കാർ ഈ മേഖലയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ SDRF-ലേക്ക് 299 കോടി, അങ്ങനെ 1000 ചില്ലാൻ കോടി രൂപ ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള പണമുണ്ട്. ഇതിന് പുറമെ 745 കോടി രൂപ ജനങ്ങൾ കൊടുത്തതുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കാനുള്ളതാണോ? ആ പാവങ്ങൾക്ക് കൊടുക്കണ്ടേ? അതാണ് ഞങ്ങളുടെ ചോദ്യം. എന്തായാലും BJP 100% വിജയപ്രതീക്ഷയിലാണ്. ഒരു സംശയമില്ല. കാരണം ഇത്തരം വിഷയങ്ങൾ വേറെ ആരാണ് പറയുന്നത്? ഞങ്ങളല്ലാണ്ട് വേറെ ആരാ പറയുന്നത്? ഇത് ജനങ്ങൾ ഏറ്റെടുക്കും, ജനങ്ങൾ കാണും. ഇദ്ദേഹവും വിജയപ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. കൽപ്പറ്റയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.